പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നെയ്യാറ്റിൻകരയിലെ ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് എം ബഷീർ 586 പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ വിധിന്യായത്തിൽ പ്രധാന പ്രതിയായിരുന്ന ഗ്രീഷ്മ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നു. ആ വധശിക്ഷ നൽകിയ ആ തീരുമാനം, അല്ലെങ്കിൽ ഷാരോണിന്റെ മരണത്തിന് കാരണക്കാരിയായ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പ്രതിക്ക് വധശിക്ഷ നൽകിയ തീരുമാനം ശരിയോ തെറ്റോ, ആ തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലയോ, ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വിഷയം. ജഡ്ജ് എം ബഷീർ പറയുന്നതാണ്ട് 1048ഓളം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പെൺകുട്ടിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. അവര് ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് ഭയങ്കര വിശ്വാസ വഞ്ചനയായിരുന്നു. ഇതൊരു ബ്രില്യൻ ക്രൈമായിരുന്നു. മരണശേഷവും ഈ മരിച്ചയാളെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ഈ ഇവര് പ്രതി ശ്രമിച്ചു. എന്ത് വിഷം നൽകണം എന്നുള്ളതിന് അവരൊരു ഗവേഷണം നടത്തി. ഒരു തുള്ളി വെള്ളമിറക്കാൻ പോലും കഴിയാതെ ഈ ഷാരോൺ 11 ദിവസം ജയിലിൽ കിടന്നു. ഈ സ്ത്രീക്ക് യാതൊരു കുറ്റബോധവുമില്ല. പ്രായത്തിന്റെ ഇളവ് അവര് അർഹിക്കുന്നില്ല. ഷാരോണിനും ഗ്രീഷ്മയ്ക്കും ഒരേ പ്രായമാണ്. അതുകൊണ്ട് പ്രായത്തിന്റെ ഇളവ് അവർ അർഹിക്കുന്നില്ല. ഒരു ഇളവും അവർ അർഹിക്കുന്നില്ല. സമൂഹത്തിന് ഒരു സന്ദേശം ഈ വിധിയിലൂടെ നൽകേണ്ടതുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കൊലപാതകം. അതുകൊണ്ട് പ്രതിഭാഗം മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് എം ബഷീർ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പ്രതിക്ക് അവർ കുറ്റം ചെയ്തു എന്ന് കണ്ടുകൊണ്ട് അവർക്ക് വധശിക്ഷ നൽകിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ വധശിക്ഷ നിയമപരമായി നോക്കിയാൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന വിഷയമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ പോകുന്ന. വിശകലനത്തിന്റെ അവസാനം ഇത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് ഞാൻ ഒരു നിരീക്ഷണം അന്നേരം ആ സമയത്ത് നടത്തുന്നതായി. അതായത് ഈ CRPCയിലെ 384(3) എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. ആ വകുപ്പ് പ്രകാരം ഒരു പ്രതിക്ക് കുറ്റക്കാരനാണെന്ന് കണ്ട് വധശിക്ഷ നൽകുകയാണെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ നിരത്തണം എന്ന് CRPCയിലെ 354(3) എന്ന് പറഞ്ഞ വകുപ്പ് പറയുന്നുണ്ട്. ആ വകുപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ആദ്യം ഇന്റർപ്രറ്റ് ചെയ്തത് 980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു വിധിന്യായത്തിലാണ്. അതില് സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചാണ് അത് പരിഗണിച്ചത്. അത് ഈ വധശിക്ഷയുടെ ഭരണഘടനാപരമായിട്ടുള്ള വാലിഡിറ്റി, ഭരണഘടനാപരമായി എത്രത്തോളം അത് നിലനിൽക്കുന്നതാണ് എന്നുള്ള വിഷയമാണ് ഈ ബച്ചൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞ അതിപ്രധാനമായിട്ടുള്ള കേസ് 980 ആ കേസിൽ ഭരണഘടനാ ബെഞ്ച് വിശദീകരിച്ചു. അതിൽ പറഞ്ഞത് ഈ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 302 വധശിക്ഷ നൽകുന്ന വകുപ്പ്, കൊലക്കുറ്റം. അതിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം പരിഗണിക്കുമ്പോൾ കുറ്റത്തിന്റെ മാത്രമല്ല കുറ്റവാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ പരിഗണിക്കണം. അതായത് കോർട്ട് മസ്റ്റ് ഹാവ് റിഗാർഡ് ടു എവരി റെലവന്റ് സർക്കംസ്റ്റൻസസ് റിലേറ്റിംഗ് ടു ക്രൈം ആസ് വെൽ ആസ് ക്രിമിനൽ. കുറ്റവും കുറ്റവാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രസക്തമായിട്ടുള്ള സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് വേണം അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ എന്നാണ് കോടതി. എന്നിട്ട് പറഞ്ഞത്, ഇപ്പൊ കോടതി ഈ ഒരു
കുറ്റം ഈ പറഞ്ഞതുപോലെ വളരെ ദുഷ്ടലാക്കോടു കൂടിയുള്ളതാണെന്നും വളരെ അധാർമികമാണെന്നും, അതായത് ഡിപ്രൈവ്ഡ് ആണെന്നും, എക്സെപ്ഷനലി ഡിപ്രൈവ്ഡ് ആണെന്നും, ഹീനിയസ് ക്യാരക്ടർ എന്നുവെച്ചാൽ വളരെ ക്രൂരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയുള്ളതാണെന്നും, ആൻഡ് ഓൺ അക്കൗണ്ട്സ് ഓഫ് ഇറ്റ്സ് ഡിസിഷൻ ആൻഡ് മാനർ ഓഫ് ഇറ്റ്സ് എക്സിക്യൂഷൻ, അത് ചെയ്തത് രീതി പ്രകാരം അത് വളരെ ദുഷ്ടലാക്കോടുകൂടിയും വളരെ ക്രൂരമാണെന്നുള്ളതും, ആൻഡ് എ സോഴ്സ് ഓഫ് ഗ്രേവ് ഡേഞ്ചർ ടു ദ സൊസൈറ്റി എന്ന് മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ അപകടമുണ്ടാക്കുന്നതാണെങ്കിലും വധശിക്ഷ നൽകാം. ഇതാണ് കോടതി പറഞ്ഞത്. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ, while considering the question of sentence to be imposed for the offense of murder under section 302 of the penal code, court must have regard to every relevant circumstances relating to crime as well as criminal. If the court finds that offense is of an exceptionally depraved and heinous character and constitutes on accounts of its decision, the manner of its execution, a source of grave danger to the society, the court may impose death sentence. ഇതാണ് ആ വിധിയിൽ ആ കോടതി ആദ്യമായി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്. ഈ വിധിന്യായത്തിലാണ് ശരിക്കും റെയറസ്റ്റ് ഓഫ് ദ റെയർ. ഇപ്പോ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർക്ക് വധശിക്ഷ നൽകിയത്. റെയറസ്റ്റ് ഓഫ് ദ റെയർ, അതായത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ആ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നതും ഞാൻ ഈ പറഞ്ഞ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ. ആ കേസിലാണ് യഥാർത്ഥത്തിൽ ഈ അഗ്രവേറ്റിംഗ് സിറ്റുവേഷൻസ് സർക്കംസ്റ്റൻസസ് വേഴ്സസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞ ഒരാശയം കൂടി വന്നത്. അതായത് നമ്മൾ കൊലക്കുറ്റത്തിൽ വധശിക്ഷയാണ് നൽകുന്നതെങ്കിൽ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസസ് നോക്കണം, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് നോക്കണം. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗ്രേവ് ആയിട്ടുള്ള, വളരെ ഡിപ്രൈവ് ആയിട്ടുള്ള, വളരെ ഗ്രോത്തിക് ആയിട്ടുള്ള, വളരെ ഡയബോളിക് ആയിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള, അതായത് അതിഭീകരമായിട്ട് കൊലപാതകം നടത്തുക, കുട്ടികളെയും അമ്മമാരെയും ഒക്കെ കൊല്ലുക, ഒട്ടേറെ പേരെ ഒരുമിച്ച് ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് കൊല്ലുക, അത്തരത്തിലൊക്കെ ഉള്ള സർക്കംസ്റ്റൻസിനാണ് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസസ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് പറഞ്ഞാലോ, വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നത്, അതായത് കുറ്റം ചെയ്യുന്ന ആളുടെ പേരിൽ ഇതിനു മുമ്പ് കുറ്റങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല, പ്രത്യേക സാഹചര്യത്തിൽ കുറ്റം ചെയ്തു പോയതാണ്, പ്രകോപിപ്പിക്കപ്പെട്ടുകൊണ്ട് കുറ്റം ചെയ്തു പോയതാണ്, ചെയ്യുന്ന കുറ്റത്തിൽ പ്രധാനപ്പെട്ട റോള് ഇല്ലാത്ത ഒരു സാഹചര്യം, ഇതൊക്കെയാണ് മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ്. അപ്പം ഈ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സും മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സും ഇത് രണ്ടും ജഡ്ജ് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ജഡ്ജ് ഇത് തമ്മിൽ താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്തതിനു ശേഷം മിറ്റിഗേറ്റിംഗ് ഫാക്ടറേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അഗ്രവേറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്തിക്, ക്രൂവൽ, ബ്രൂട്ടൽ അതൊക്കെ ആണെങ്കിൽ, അതൊക്കെ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സിനേക്കാൾ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉയർന്നു നിന്നാൽ ഈ പറഞ്ഞതുപോലെ വധശിക്ഷ നൽകാം. ഇതാണ് കോടതികൾ ആ നിലയിൽ പറയും. അതിനുശേഷം 1983 മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് കേസ് വന്നു. അതിൽ ബച്ചൻ സിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു. എക്സ്ട്രീം പെനാൽറ്റി ഓഫ് ഡെത്ത് നീഡ് നോട്ട് ബി ഇൻഫ്ലിക്റ്റഡ് എക്സെപ്റ്റ് ഇൻ ഗ്രേവസ്റ്റ് കേസസ് ഓഫ് എക്സ്ട്രീം കൾപ്പബിലിറ്റി. വളരെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വധശിക്ഷ നൽകാൻ പാടില്ല. അതുപോലെ തന്നെ കുറ്റവാളിയുടെയും കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകതകളുള്ള എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചു വേണം കുറ്റം ചെയ്യാൻ, വധശിക്ഷ നൽകാൻ. അതോടൊപ്പം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് റൂള്. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് റൂള്. ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് ഇസ് ദി റൂൾ ആൻഡ് ഡെത്ത് സെന്റൻസ് ഇസ് ദി എക്സെപ്ഷൻ. ഇനി ഈ പറഞ്ഞതുപോലെ ഈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സും അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സും കമ്പയർ ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും ഈ റെയറസ്റ്റ് ഓഫ് ദ റെയർ, അതായത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇപ്പൊ ഇവിടെ ഈ പെൺകുട്ടിക്ക് വധശിക്ഷ നൽകിയപ്പോൾ ജഡ്ജി പറഞ്ഞത് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നാണല്ലോ.
ഈ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നാൽ എന്ത് എന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്താ കോടതി പറഞ്ഞിട്ടുള്ളത്? അതും ഈ പറഞ്ഞതുപോലെ ഹരീഷ് മോഹൻദാസ് രജപുട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2011 കേസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്നത്? റെയറസ്റ്റ് ഓഫ് ദ റെയർ കംസ് when a convict would be a menace and threat to the harmonious and peaceful coexistence of the society. സൊസൈറ്റിയുടെ സമാധാനത്തോടുകൂടി സ്വരച്ചേർച്ചയോടുകൂടിയുള്ള മുന്നോട്ട് പോക്കിന് കുറ്റവാളി ഭീഷണിയാകുമ്പോൾ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയാം. The crime may be heinous or brutal but may not be in the category of the rarest of the rare case. ഒരു കുറ്റം എന്ന് പറയുന്നത് വളരെ ക്രൂരമാകാം, അത് വളരെ ദുരുപദിഷ്ടവും ദുരുദ്ദേശത്തോടുകൂടി ആവാം, പക്ഷെ അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ ആവണം എന്നില്ല. There must be no reason to believe that the accused cannot be reformed or rehabilitated and that he is likely to continue criminal acts of violence as would constitute a continuing threat to the society. ഒരു ഹീനമായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള കുറ്റം ചെയ്യുന്ന ആൾ പോലും അയാളിൽ മാനസാന്തരം ഉണ്ടാകും, അയാൾ റിഫോംഡ് ആവില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. The accused may be a menace to the society and would continue to be so, threatening its peaceful and harmonious. Accused സമൂഹത്തിന് അപകടകാരിയായി തുടരാം, സമൂഹത്തിന്റെ സമാധാനപരമായും സ്വരച്ചേർച്ചയോടുകൂടിയുള്ള പോക്കിന് ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട്. The manner in which the crime is committed must be such that, എന്താണ് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്നത്? The manner in which the crime is committed must be such that it may result in intense and extreme indignation of the community and shock the collective conscience of the society. അപ്പം ഇത് അതായത് എന്താ പറയുന്നത്? അപൂർവങ്ങളിൽ അപൂർവമാകണമെങ്കിൽ ചെയ്ത കുറ്റം the manner in which the crime is committed must be such that it may result in intense and extreme indignation of the community. സമൂഹത്തിൽ വലിയ തോതിൽ ധാർമ്മിക രോഷം ഉണ്ടാകുന്നതും and which shocks the collective conscience of the society. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും ആയിരിക്കണം. Where an accused does not act on any spur of the moment provocation and indulges himself in a deliberately planned crime and meticulously execute it, the death sentence must be of the most appropriate punishment of such a costly crime. അതായത് ഒരു നിമിഷ നേരത്തെ പ്രകോപനത്തിന് പകരം കുറ്റവാളി സുസംഘടിതമായി ആലോചിച്ചുറച്ച് കൊലപാതകം നടത്തുകയാണെങ്കിൽ ആ ക്രൂരമായിട്ടുള്ള കുറ്റത്തിന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വധശിക്ഷ നൽകണം. Death sentence may be warranted where the victims are innocent children and helpless women. അതായത് ഈ പറഞ്ഞ പോലെ ഇന്നസെന്റ് ആയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളും അബലകളായിട്ടുള്ള സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഡെത്ത് സെന്റൻസ് കൊടുക്കണം. Thus, in case the crime is committed in a most cruel and inhuman manner, which is an extremely brutal, grotesque, diabolical, revolving and dastardly manner, where his acts affects the entire moral fiber of the society, that is crime committed for power, then the death sentence should be warranted. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കൊല ക്രൂരവും ഈ പറഞ്ഞ പോലെ ഗ്രോത്തെക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതുപോലെ തന്നെ ക്രൂരവുമായിട്ടുള്ള ഡയബോളിക്കൽ, റിവോൾവിംഗ്, ഡാസ്റ്റാർഡി എന്ന് അതിക്രൂരവും ദുരുദ്ദേശപരവും പ്രാകൃതവും ഈ പറഞ്ഞ പോലെ ഒക്കെ ആണെങ്കിൽ അത് സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ ഞെട്ടിക്കുമെങ്കിൽ വധശിക്ഷ നൽകാം. ഇതാണ് നിയമത്തിൽ റേറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂടെ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഈ ഗ്രീഷ്മയുടെ കേസിൽ അവർക്ക് വധശിക്ഷ കൊടുക്കാൻ വേണ്ടി എടുത്ത തീരുമാനം ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വധശിക്ഷ നൽകുന്നതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ?
എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അതൊക്കെ നോക്കുമ്പോഴും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള ആ ഒരു കമ്പാർട്ട്മെന്റിനകത്തേക്ക് ഈ കൊലപാതകം വരില്ല എന്നാണ് നമ്മൾ ഈ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൊലപാതകമാണ്. ഇവർ ചെറുപ്പമാണ്. അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ മുൻപ് ഇവർ കുറ്റം ചെയ്ത ഉദാഹരണങ്ങളില്ല. ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ജഡ്ജി നൽകിയ വധശിക്ഷ നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. 2014 ടി പി ചന്ദ്രശേഖരൻ കേസിൽ വിധി വന്നത്. അപ്പൊ അത് ആ കൊലപാതകം നടത്തിയത് കൊടും ക്രൂരരായിട്ടുള്ള കുറ്റവാളികളായിരുന്നു. ആ കൊലപാതകത്തെ കുറിച്ച് ആ ജഡ്ജ്മെന്റിൽ അന്ന് ജഡ്ജി പറഞ്ഞത്, ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡഡ്, പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ. The motive of the crime was not of personal enmity. The manner in which the murder was committed reveals extreme depravity. The action of the accused not only was inhuman but ruthless and barbaric. It shocks not only the judicial conscience but the collective conscience of society. ഇതാണ് ജഡ്ജ് അന്ന് ആ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അത് ചെയ്ത് മുഴുവൻ കൊടും ക്രിമിനലുകളായിരുന്നു. എത്ര ക്രൂരമായിട്ട് 51 വെട്ടുവെട്ടിയാണ് ചന്ദ്രശേഖരനെ കൊന്നത് എന്ന് നമുക്കറിയാം. ആ കേസിൽ ഈ കൊടും ക്രൂരരായിട്ടുള്ള കുറ്റവാളികൾക്ക് പോലും അന്ന് ആ ജഡ്ജ് വധശിക്ഷ നൽകിയില്ല, ജീവപര്യന്തമാണ് നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സാഹചര്യത്തിൽ ഈ ഷാരോൺ വധക്കേസിൽ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പ്രധാന പ്രതിയും കുറ്റവാളിയുമായിട്ടുള്ള അവർക്ക് വധശിക്ഷ നൽകിയ നെയ്യാറ്റിൻകര പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി AM ബഷീറിന്റെ ഈ തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതേ അല്ല എന്നാണ് എനിക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.